അപ്പോൾ എൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഈ കാണുന്നൊരു ബൈക്കിൽ നിന്നാണ്. ഇതെൻ്റെ കയ്യിൽ കിട്ടുന്ന ഏകദേശം 2017-16 ടൈമിലാണ്. കോട്ടയത്തെ 13ാമത്തെ KTM ഡ്യൂക്കാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് കോമൺലി എല്ലാവരും പൊക്കോണ്ടിരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ടൈം വരെ സ്റ്റോക്കാക്കി തന്നെ ഒരു സ്റ്റിക്കർ പോലും പൊളിക്കാതെ കൊണ്ടു കിടക്കുക എന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് അതിൽ നിന്ന് എൻ്റെ വണ്ടിക്ക് ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി കാണുമ്പോൾ അത് അവൻ്റെ വണ്ടിയാണെന്ന് പറയണം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എൻ്റെ ഷോറൂമിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്തു. എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചു. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടിയിൽ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു റിസ്ക് എടുത്ത് ഞാൻ ഫുള്ള് പൊളിച്ച് കളഞ്ഞു. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ അവന്മാർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവന്മാർക്കും ഈ ഡ്യൂക്കും RCയും ഒക്കെ എടുക്കുന്ന ടൈമായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും വണ്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അവന്മാർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരാളുടെ വണ്ടി തന്നുവിടാ, എനിക്കിവിടെ ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ വണ്ടി നമ്മൾ ചെയ്തു. അങ്ങനെ കൂട്ടുകാരന്മാരുടെ തന്നെ വണ്ടികൾ ഏകദേശം 9 വണ്ടികൾ ഞാൻ ചെയ്തിറക്കി. ആ 9 വണ്ടികളിൽ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വർക്ക് എനിക്കിതിൽ നല്ലപോലെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുമില്ല. എൻ്റെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ഫാമിലി നടന്ന് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എറണാകുളത്തുനിന്ന് ഒരു വണ്ടി, ഒരു RC200 നമുക്ക് വരുന്നത്. ബ്രോ എനിക്കും ഇതേപോലെ ചെയ്തു തരുമോ? ഇപ്പം നിലവിൽ ഇങ്ങനെ ആരും ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വരുന്നത്. ആ ഒരു സമയത്താണ് നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രപ്പോസൽ വരുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്തു. പാർട്ട്ണർഷിപ്പിലേക്ക് തന്നെ ഞാൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്തു. അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ആ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ചെങ്ങന്നൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബൈക്ക് മോഡിഫിക്കേഷൻ ഷോപ്പായിട്ട് നമ്മൾ മാറി. അത്യാവശ്യം 2 വർഷം കൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ പേര് കേട്ട അത്യാവശ്യം നല്ല പ്രൊജക്റ്റുകളായിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിറക്കാൻ സാധിച്ചു. പെട്ടെന്നൊരു ദിവസം അറിയാമല്ലോ പാർട്ട്ണർഷിപ്പാണ്, അപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഇടയ്ക്ക് നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം ഇനി മുന്നോട്ട് എൻ്റെ അല്ല എന്നുള്ളൊരു തോന്നലും, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് എത്തേണ്ടി വന്നു. അപ്പം മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു അത്. അങ്ങനെ മൊത്തത്തിൽ പിന്നെയും നമ്മൾ നല്ല രീതിക്ക് തകർന്നു. അതായത് കയ്യിലുണ്ടായിരുന്ന കാറും എല്ലാം വിൽക്കേണ്ടി വന്നു. വിറ്റ് നേരെ ഞാൻ നാട് വിടുമായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായാലും നമുക്ക് മുന്നോട്ട് വെച്ചേ പറ്റൂ. അപ്പം തിരിച്ചു വന്നപ്പോഴേ എനിക്ക് അന്ന് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു ബ്രാൻഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് എനിക്ക് വേണം, നല്ല വാശിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വാശിയുടെ പുറത്ത് ഞാൻ എൻ്റെ XD ഓട്ടോ പ്രോ എന്ന് പറയുന്ന കമ്പനി ഞാൻ ലോഞ്ച് ചെയ്തു, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഞാൻ ലോഞ്ച് ചെയ്തു. അതിന് വേണ്ടി ഞാൻ ആദ്യം, അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം നല്ല കടങ്ങളായിട്ടാണ് തിരിച്ച് നാട്ടിൽ എത്തിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ കയറി വരുന്നതും ഇവിടെ എത്തിയിട്ട് ഇനി മുന്നോട്ട് തുടങ്ങാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാം നിന്നത്. മെയിൻ സിറ്റിയായ കൊച്ചിയിലേക്ക്, കേരളത്തിൻ്റെ മെയിൻ സിറ്റിയായ കൊച്ചിയിലേക്ക് നമ്മൾ പോയി കുറേ ഷോറൂംസിലും കുറേ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോസിലും ഒക്കെ നമ്മൾ കയറി ഇറങ്ങി. പക്ഷേ എല്ലായിടത്തു നിന്നും നമുക്കുള്ള ഉത്തരം റിജക്ഷൻ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ യെല്ലോ ഗോസ്റ്റ് വിഷ്ണു, അതായത് എന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് കയറ്റിയത് വിഷ്ണുവാണ്. അവസാനം നമ്മുടെ ഇപ്പോഴത്തെ കോട്ടയത്തെ XD ഓട്ടോ പ്രോയും ഗോസിസ് ഗ്യാരേജും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തൊരു വലിയ ഷോറൂം, അതായത് കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്ന് പറയാം, ആ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈഫിൽ സെറ്റ് ആകുമ്പം ഈ നഷ്ടപ്പെട്ടതൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ പിടിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇപ്പോഴും ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പം എനിക്കൊരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ BMW എടുത്തു. അതേപോലെ തന്നെ അച്ഛൻ്റെ പണ്ടൊരു ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം തകർന്ന സമയത്ത് അച്ഛനൊക്കെ ഒത്തിരി വിഷമിച്ചും ബുദ്ധിമുട്ടിയാണ് ആ വണ്ടികളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒന്ന് സെറ്റാകുമ്പോൾ അച്ഛനൊരു ട്രാവലർ എടുത്തു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ട്രാവലറിന് പകരം നമുക്കൊരു 49 സീറ്റ് ബസ് തന്നെ ഇറക്കാൻ പറ്റി. ആ ബസ് ഇറക്കി 6 മാസം കൊണ്ട് തന്നെ ആ വണ്ടി അത്രയും റീച്ചാക്കി, അത്രയും പേരെടുത്തു. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, വണ്ടിയുടെ പേര് സീറോ. ആ സീറോ എന്നുള്ള പേരിട്ടപ്പോൾ കുറേ പേരെന്നെ കളിയാക്കി, കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ സീറോ എന്നിടുന്നത്, സീറോ എന്നിട്ട് കഴിഞ്ഞാൽ വെറും വട്ടപൂജ്യം എന്നല്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ പൂജ്യം എന്ന് പറയുന്നതല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, പൂജ്യം, ഞാൻ പൂജ്യത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം തുടങ്ങിയത്.
അപ്പം എന്താണ് എക്സ്ഡിയുടെ ഫ്യൂച്ചർ, ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ നമ്മൾ എക്സ്ഡിയുടെ കോട്ടയത്ത് ഷോറൂമുണ്ട്, അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഷോറൂമുണ്ട്. ഓൾ ഓവർ കേരള ഇപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ആകാൻ പോവാണ് വെരി സൂൺ.